നമസ്കാരം. പൊട്ടാത്ത അമിട്ടുമായി അമിത് ഷാ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ കേരള സന്ദർശനം പ്രതീക്ഷിച്ചതുപോലെ സംഭവ ബഹുലമായില്ല. അമിത് ഷാ കേരളത്തിൽ കാലുകുത്തുന്നതോടെ ഇവിടെ പലതും നടക്കും എന്നായിരുന്നു പ്രചാരണം. മറ്റു പാർട്ടികളിലെ പല നേതാക്കളും BJPയിലേക്ക് ഒഴുകുമെന്നും പല പൗരപ്രമുഖരും പാർട്ടിയിലെത്തുമെന്നുമായിരുന്നു അവകാശവാദം. ഒന്നും ഉണ്ടായില്ല. ഒപ്പമുണ്ടായിരുന്ന PP മുകുന്ദനോ ഇടയ്ക്ക് സഹയാത്രികനായി മാറിയ വെള്ളാപ്പള്ളിയോ പോലും വന്നില്ല. എങ്കിലും സ്വീകരണം കൊഴുത്തു. ബോംബെയിലെ എനിക്ക് ആഴ്ചയിൽ 2-3 സ്വീകരണം ഉണ്ടാവും. ഒരു തുക. വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളൊക്കെ നമ്മളെങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തല്ലേ. പക്ഷേ സ്വീകരണം ഗംഭീരമായിരിക്കണം. നാടൊന്ന് ഇളകണം അല്ലേ റീസേ? അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ. സാറിനെ കാണാൻ വന്നായിരിക്കും. ഓഹോ, പാവങ്ങൾ. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. കേരളത്തിൽ BJPക്ക് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവണമെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കണം എന്ന തീസിസാണ് അമിത് ഷാ പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിനായി ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരുമായി ഒരു കൂടിക്കാഴ്ചയും പാർട്ടി ഒരുക്കിയിരുന്നു. മറ്റു പാർട്ടി നേതാക്കൾ ബിഷപ്പുമാരുടെ കൈമുത്തുന്നു, കാൽ കഴുകുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ മുമ്പ് BJP ഉയർത്തിയിരുന്ന ആക്ഷേപങ്ങൾ. എന്തിനായിരുന്നു അതൊക്കെ എന്ന് അമിത് ഷായ്ക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. കൈമുത്തിക്കോളൂ മടിക്കാതെ. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. ലെവൻ പാടുന്നു, നീ പാടുപെടും. റബ്ബർ കർഷകരുടെയും കേര കർഷകരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചു. രാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. സഭയുടെ മനോഭാവം നിങ്ങൾക്കറിയാം. സഭ ഒരു തുറന്ന മനോഭാവത്തോടു കൂടിയാണ് എല്ലാവരെയും എപ്പോഴും സമീപിക്കുന്നത്. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. പാർട്ടി നേതൃയോഗം ചേർന്നപ്പോൾ വോട്ട് ശതമാനം കൂടിയ കഥയൊക്കെ പറഞ്ഞ് മേനി നടിച്ച സംസ്ഥാന നേതൃത്വത്തെ അമിത് ഷാ വിരട്ടി. ശതമാനം അവിടെ ഇരിക്കട്ടെ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും അത് പറ എന്നായി അമിത് ഷാ. 2019 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇയാൾ എന്തായി കാണിക്കുന്നത്? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടും കണ്ണിയാൻ കുത്തിപ്പിടിക്കും. അയ്യോ, സിഗരറ്റും. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഒരിടത്തും കേരള നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം വളരെ സംതൃപ്തിയോടും അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടും കൂടിയാണ് കേരളത്തിലെ പ്രവർത്തനത്തെ നോക്കിക്കാണും. ഇനി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തൊട്ടോ ആ കഴിഞ്ഞ വെട്ടിക്കളെ. നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്തോണ്ട് എന്റെ കുത്തുവാൾ എടുപ്പിക്കാന്നുള്ള വിചാരം. പണിയെടുപ്പിച്ച് ഇതിന്റെ മുതലും പലിശയും ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസറോട് വിടും. 2019 ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ജയിക്കും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ദേശീയ അധ്യക്ഷൻ പറയണമെങ്കിൽ
കേരളത്തിലെ പ്രവർത്തനത്തിൽ സംതൃപ്തി ഉള്ളതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് ആത്മവിശ്വാസം എങ്ങനെ കിട്ടി? കോണി കയറി ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറിച്ചോളാ. ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. നീ അങ്ങോട്ട് കൊണ്ട് ആണി പറിക്കേ. ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവരോടല്ലേ പറഞ്ഞത്. പോയി പറ. നാശങ്ങൾ. ദേഷ്യം പിടിച്ചിട്ട് സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടുമോ? ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ കിട്ടുള്ളൂ. അതുണ്ടാവും തോന്നുന്നില്ല. സീറ്റ് വേണമെന്ന് മലപ്പുറത്തും പറഞ്ഞില്ലേ? വോട്ടേ കിട്ടിയില്ലല്ലോ. കേരളത്തിലെ ആളുകളോട് നിങ്ങൾ സീറ്റ് തരണം അല്ലെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നടക്കൂല. അതാണല്ലോ ഇപ്പോൾ ഉണ്ടായത്. അതാണിപ്പോൾ ഉണ്ടായത്. അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ സീറ്റ് കിട്ടുള്ളൂ. ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. പാർട്ടിയിൽ നിന്ന് അകന്നവരെ തിരികെ കൊണ്ടുവരണമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചിട്ടും മുൻ നേതാവ് PP മുകുന്ദനെ അടുപ്പിച്ചില്ല. മുകുന്ദൻ നേതാവായിരിക്കെ വാങ്ങിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം പണിയുന്നതും. എന്നിട്ടും PP മുകുന്ദന് ക്ഷണമില്ലായിരുന്നു. ഹലോ, കല്യാണത്തിന് പോയില്ലേ? വിളിച്ചില്ല. വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അയ്യോ, എന്നാ ഞാൻ പോയി സദ്യ കഴിച്ചിട്ട്. ന്യൂനപക്ഷത്തിന്റെ വോട്ട് മാത്രമല്ല, അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളുടെ വോട്ടും കൂടുതലായി വേണം BJPക്ക്. അതിനാൽ ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ പ്രാതൽ കഴിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ അമിത പ്രകടനം തുടങ്ങിയത്. എന്താ ഇവന്റെ പേര്? ടിറ്റമോൻ. അങ്കിളൊരു ഉമ്മാന്നേ. ചേടത്തി. അയ്യോ, കൊച്ചമ്പ്രാനോ? തോമാചായനെന്തി? ഇതെന്നെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. നല്ല അസലും മീൻകറി. വായിന്ന് വെള്ളം വരുന്നു. അപ്പണ്ട ഏടത്തി? ഞങ്ങള് തന്നാ അവിടുന്ന് കഴിക്കോ? അതെന്നാ ചോദ്യം ഏടത്തി? നമ്മൾ തമ്മി എന്നാ വ്യത്യാസം? പുറത്ത് വയ്ക്കുന്നവന്മാരറിയണ്ട. അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ചെല്ലേ. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട്. രണ്ടായിരത്തി 19 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കൽ തുടങ്ങിയവയാണ് അമിത്ഷാ കാണുന്ന സ്വപ്നങ്ങൾ. എന്തു നല്ല നടക്കാത്ത സ്വപ്നങ്ങളെന്ന് മറ്റു പാർട്ടി നേതാക്കളും. और मैं आज बड़े स्पष्टता से आने वाले दिनों का केरल का चित्र देख रहा हूं कि यहां पर भारतीय जनता पार्टी की सरकार बनने की नींव डालने का काम पूरा हो चुका है. ഏതായാലും അമിത്ഷായ്ക്കയുടെ മോഹം അതിമോഹമാണ്. ONV കുറുപ്പ് സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വെറുതെ ഈ മോഹിക്കുവാൻ എങ്കിലും അല്ലെ, വെറുതെ ഈ മോഹിക്കുവാൻ എന്നറിയുമ്പോഴും വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഈ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ ഈ അതിമോഹം ഇവിടെ കേരളത്തിൽ നടപ്പാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ കുളത്തിൽ അമിത്ഷായുടെ